ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാനുണ്ടല്ല കുറച്ചധികം ലെവലപ്പും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെയൊക്കെ പോയി കുറേ സത്ത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു തവളേനെയൊക്കെ പിടിച്ച് അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്താ തോന്നുന്നു. അയ്യോ, അത് പോയാ. ഇത് കണ്ടില്ലേ, തവളക്കാല് കണ്ടില്ലേ. പിന്നെ ഇതൊക്കെ എനിക്ക് മറ്റേ പാമ്പും പിന്നെ മറ്റേ മുതല കൂട്ടൊരു സാധനമുണ്ട്, അതിൻ്റെയൊക്കെ ഇൻവെൻ്ററിന്ന് കിട്ടിയതാണ്. ഈ പിക്കാക്സും പിന്നെ മെറ്റൽ ഹാച്ചറ്റും എല്ലാം. പക്ഷേ ഇത് നമ്മുടെ അസൻഡൻറ്റ് സാധനമാണ്, അതുകൊണ്ട് ഞാൻ ഇത് കളയത്ത്. 73 ഡാമേജ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് എടുത്തിടാം എന്തായാലും. പിന്നെ കുറേ പ്രാവശ്യം സത്ത് പോയി, അതൊന്നും നമുക്ക് നോക്കണ്ട. അതാണ് ആ മറ്റേ മാപ്പ് കുറേ അൺലിമിറ്റഡ് ആയിട്ട് അല്ല, ഒരു 3 മാപ്പൊക്കെ കിടക്കുന്നുണ്ടാ. അത് നേരത്തെ കുറേ പ്രാവശ്യം നമ്മൾ ലെവലപ്പ് ആക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ചത്തുപോയതാണ്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് നോക്കണം. എന്തെങ്കിലും ഗിഫ്റ്റ്. അസൻഡൻറ്റ് ടോർച്ച് കിട്ടി. ഓക്കെ, നല്ലൊരു കാര്യമാണ്. അസൻഡൻറ്റ് എല്ലാം നല്ല സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പാരസോറ പിടിക്കണം. ഞാൻ പിന്നെ ലെവൽ 15 വെച്ചിട്ടുണ്ട്. അപ്പോൾ പാരസോറ പിടിക്കണമെങ്കിൽ നമുക്കൊരു ബോല വേണം. ഓക്കെ, ബോല നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാരസോറിൻ്റെ സാൾഡ് അൺലോക്ക് ചെയ്യണം. പിന്നെ വുഡിൻ്റെ ഐറ്റംസ് ഒക്കെ അൺലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിന് മറ്റേ സ്റ്റോൺ ഗേറ്റ് വേ ഉണ്ട്, വുഡിൻ്റെ ഈ ഡൈനോസർ ഗേറ്റ് വേ ഇല്ലേ, ഈ സാൾഡ് അൺലോക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ഫുള്ള് സെറ്റാക്കണം. ഇവിടെ മറ്റേ ഡൈനോസർ ഗേറ്റ് വേ വെച്ചിട്ട് ഇത് മൊത്തം നമ്മുടെ എന്താണ് ഒരു അമ്പ് വെറുതെ പോയി. മൊത്തം നമ്മുടെ വുഡിൻ്റെ ഐറ്റംസ് ആക്കണം. ഞാനിപ്പോൾ TPP ആയിട്ടേക്കുന്നത് FPP ആയിട്ടേക്കുന്നത്. FPP ഇട്ട് കിടക്കട്ടെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കുക. ഫുഡിന് കുറച്ച് ഫുഡ് എടുത്ത് ഇൻവെൻ്ററിലോട്ട് ഇടട്ടെ. ഫുഡ് കഴിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് വേണം. ഈ ഫുഡ് ഫുള്ളാണല്ലേ. കിടന്നുറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടെ പാരസോറ പിടിക്കാൻ പോകാനായിട്ട്. ഞാനപ്പോൾ ഒന്ന് വേഗം കിടന്നുറങ്ങട്ടെ. എന്നിട്ട് രാവിലെ ഉണ്ട് നമുക്ക് പാരസോറ പിടിക്കാൻ പോവാം. അതിനു മുമ്പ് നമുക്ക് പാരസോറിൻ്റെ സാലഡ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തേക്കാം. സാലഡ് ക്രാഫ്റ്റ് ചെയ്യാൻ ഹൈഡ്, ഫൈബർ, വുഡ് ഇത്ര ഐറ്റംസ് മതി നമുക്ക് സാലഡ് ക്രാഫ്റ്റ് ചെയ്യാൻ. ഹൈഡ് ഉണ്ട്, നല്ല രീതിക്ക് ഹൈഡ് ഉണ്ട്. കാരണം അത്രയും നമ്മൾ ഓരോ ഡൈനോസർ പാമ്പാണ് ഇഷ്ടംപോലെ. പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് കിട്ടും. മറ്റേ ട്രാങ്കാരും ഇല്ല, ഇഷ്ടം പോലെ കിട്ടും പാമ്പിനെ കൊന്നു കഴിഞ്ഞാൽ. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ നമ്മുടെ പാരസോറിൻ്റെ സാലഡ് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് വേണം? അത്രയും മതി. ഇനി ബോല ക്രാഫ്റ്റ് വേണം അല്ലേ. ബോലക്ക് സ്റ്റോണും താച്ച് മതി. സ്റ്റോണ്, താച്ച് എത്ര ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും? 4 നമുക്കൊരു 3 പണിതേക്കാം. നമ്മളങ്ങനെ നമ്മുടെ ബോലം ക്രാഫ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ട്രാങ്കാരസ് എടുക്കണം. 4 ഉള്ളൂ, നമുക്ക് 4 മതിയാക്കി. പക്ഷേ ഈ ഫ്രോഗ് ലെഗ്സ് എന്തിനു ഉപയോഗിക്കണേ ആവും, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഗൈസ്, 435 ലെവല് നമ്മുടെ തവളേൻ്റെ ഇംപ്ലാന്റ് കിട്ടിയിട്ട്. ഇതെന്തായാലും ഞാൻ എടുത്തു വെച്ചതാണ്. കാരണം ഈ 400 കിട്ടുന്നത് റയർ സാധനമാണ്. 435 ഭയങ്കര റയറാണ്, കിട്ടാൻ കുറവാണ്. നമുക്കിപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയാലോ. ഫുള്ള് ഐറ്റംസ് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ. ബോല ക്രാഫ്റ്റ് ചെയ്തു, ബാക്കി എല്ലാ ഐറ്റംസും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു പാരസോറ പിടിക്കാം. എന്തായാലും ഞാൻ ലോ ലെവലാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ട്രാങ്ക് ഇത് കുറവാണ്, ട്രാങ്കാരോസ് കുറവാണ്. അപ്പോൾ എന്തായാലും ലോ ലെവലിൽ നമുക്ക് പാരസോറ എന്തായാലും പിടിക്കാം. പിന്നെ ഹൈ ലെവൽ നമുക്ക് പിടിക്കാം, സീനില്ല. നമ്മളങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് നേരെ നമുക്ക് പാരസോറ പിടിക്കാൻ പോവാം. TPP ആക്കി വെക്കട്ടെ. വെള്ളം കുടിച്ചു നമ്മൾ, പിന്നെ ഫുഡും കഴിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ഈ ഏരിയയിലൊക്കെ നല്ല പാരസോറും ലോ ലെവൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലെവൽ 21 ആയിക്കാൻ നമുക്ക് ട്രാങ്കാരസ് അൺലോക്ക് ആവും. ഇവിടെ ലെവൽ 21 ലെവൽ 20 മറ്റേ ഫോർച്ചും സംഭവങ്ങളൊക്കെ അൺലോക്ക് ആവും. അത് കഴിഞ്ഞിട്ട് ലെവൽ 21 നമ്മുടെ ട്രാങ്കാരസ് അൺലോക്ക് ആവുന്നത്. അപ്പോൾ എന്തായാലും ലെവൽ 21 ആക്കണം. കാരണം ഇനി അങ്ങോട്ടേക്ക് ട്രാങ്കാരസ് ഇല്ലാണ്ട് നമുക്ക് ഒന്നിനെയും പിടിക്കൽ ടാസ്ക് ആണ്. ഗൈസ്, ഞാനിപ്പോൾ എന്തായാലും നല്ലൊരു ഹൈ ലെവൽ സാധനത്തിന് കണ്ടുപിടിക്കട്ടെ. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതാ ഒരു പാരസോറ്. അതെത്ര ലെവൽ നോക്കട്ടെ. അടുത്ത് പോകണം. നമ്മുടെ കയ്യിൽ മറ്റേ സ്പൈ ഗ്ലാസ് ഇല്ല, അപ്പോൾ അടുത്ത് പോയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇതെത്ര ലെവൽ നോക്കട്ടെ. 135 ഇത് കിട്ടാൻ ചാൻസ് കുറവാണ്. കുറച്ചുകൂടെ ലോ ലെവൽ സാധനത്തിന് പിടിക്കാം. അത് കഴിഞ്ഞിട്ട് ഹൈ ലെവലിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനെ പിടിക്കാം. ഈ ട്രാങ്കാരോസ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റും. ട്രാങ്കാരോസ് കുറച്ച് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സെറ്റാണ്. നമുക്ക് എന്തായാലും വേറെ ഭാഗത്തോടെ പോകാൻ കേട്ടോ. അവിടെ റാപ്റ്റർ, ഡൈലോഫോസോറസ് പോകുന്നതാ. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. റാപ്റ്റർ ഇഷ്ടം പോലെ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഏരിയസിൽ അങ്ങനെ ഞാൻ കാണാത്തതാണ് റാപ്റ്ററിനെയൊക്കെ. ഞാനിപ്പോൾ എന്തായാലും ഒന്ന് നല്ലൊരു ഒരു ലോ ലെവൽ സാധനത്തിനൊന്ന് കണ്ടുപിടിക്കട്ടെ. ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തോട്ട് വന്നു. പക്ഷേ ഇവിടെ കുറേ ഡൈനോസ് ഉള്ളത് കൊണ്ട് ലാഗാവുന്നു ഫോൺ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് പോട്ടെ.
അപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലായി, നമ്മൾ കൂടുതൽ ഡൈനോസ് ഉള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് എൻ്റെ ഫോണിൽ ഫോണിലാകാവുന്നത്. കുറച്ച് വെള്ളം കുടിക്കട്ടെ, വെള്ളം കുടിച്ചിട്ട് നേരെ നമ്മുടെ അപ്പുറ സ്ഥലത്തോട്ട് പോകണം. ഞാൻ പിന്നെ ഗ്രാഫിക്സ് ഇത്തിരി കൂട്ടി കേട്ടോ, അതിൻ്റെയാണ്, അത് വേറൊരു കാര്യമാണ്. പിന്നെ ഗ്രാഫിക്സ് കുറച്ച് ഞാൻ കൂട്ടി വെച്ചു ഗൈസ്. അപ്പോൾ ഞാൻ കുറേ അങ്ങനെ ഓടി. ഞാൻ പിന്നെ ഒരു 3 വുഡൻ ക്ലബ് കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് മിക്കവാറും 135 തന്നെ ടൈം ആക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഏരിയയിലൊന്നും കുറഞ്ഞ ലെവലുള്ള ആരും ഇല്ല. നമുക്കെന്തായാലും ഈ 135 തന്നെ നമുക്ക് അങ്ങോട്ട് പൊടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബോൾ എറിയണം. ബോൾ എറിഞ്ഞിട്ട് അത് ഓടാത്തിരിക്കാക്കണം, അതിന് കാലിങ്ങനെ കുരുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നേരെ നമുക്ക് തലക്ക് നോക്കി കൊടുക്കണം. തലക്ക് നോക്കി കൊടുത്താൽ പെട്ടെന്ന് നോക്കാവും. 1 2 വീഴ്. ഓക്കെ, 2 ഇടത്തിൽ വീണ് ഭാഗ്യം. ഇനിയിപ്പോൾ നമുക്ക് ഇത് മേടിക്കണം, നമ്മുടെ സൂതിങ് ബോം 15x സൂതിങ് ബോം ഉണ്ട്, ഇത് മേടിക്കുക. ഇത് മേടിച്ചാൽ മറ്റേലും പെട്ടെന്ന് ടൈമാവും. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ സൂതിങ് ബോം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മെജോബറിയാണ് ഏറ്റവും നല്ല സാധനം, അല്ലെങ്കിൽ ക്രോപ്സ് ഇട്ട് കൊടുക്കണം. കണ്ടില്ല, 19.4% ഒരു മെജോബറിയിൽ. ഇത് ഇപ്പം തന്നെ ടൈം ആവുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ പാരസോറിനെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ സംഭവം. എനിക്ക് പേടി, അവിടെ ഒരു റാപ്റ്റർ ഉണ്ട്, അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. റാപ്റ്റർ വരാണ്ടിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര ലെവല്? 45. ഇങ്ങനെ നമ്മൾ ഓരോ ലെവലപ്പ് ചെയ്യാൻ പോകുമ്പോൾ നല്ല ഹൈ ലെവൽ കാണുമ്പോൾ ഞാൻ അതിൻ്റെ ഇംപ്ലാന്റ് എല്ലാം എടുത്തു വെക്കാറുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആവശ്യം വരും ഭാവിയിൽ. ചിലപ്പോൾ 400 മേലുള്ള മാത്രമേ എടുക്കുള്ളൂ. 400 മുതൽ 400 മേലുള്ളതിൻ്റെ ഇംപ്ലാന്റ് മാത്രമേ ഞാൻ എടുത്തു വെക്കാറുള്ളൂ. അല്ലാത്ത നമുക്ക് വേണ്ട, 400 മുതലുള്ളതാണ് OP സാധനങ്ങൾ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ തവളേനെ കിട്ടിയപ്പോൾ അതിൻ്റെ ഇംപ്ലാന്റ് എടുത്ത് വെച്ചാൽ അതാണ്. ഇനിയിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഭാഗത്ത് മാത്രമേ പോയിട്ടുള്ളൂ, പുറത്തോട്ട് അങ്ങോട്ട് പോയിട്ടില്ല. അങ്ങോട്ടേക്ക് നമ്മൾ നേരെ ആ ഭാഗത്തോട്ടൊക്കെ പോകാനുണ്ട്, കുറേ പോകാനുണ്ട്. അതാ ഒരു പാരസോറ്. നമുക്കിനിപ്പോൾ എന്തായാലും വേണ്ട, നമുക്കെന്തായാലും ഇതുണ്ടല്ലോ 135 തന്നെ നമുക്ക് കിട്ടി. എന്തായാലും സാഡിലിത് എഴുന്നേറ്റിട്ട് നമുക്ക് സാഡിലിട്ട് കൊടുക്കുക. ഞാൻ മാക്സിമം വീഡിയോന് ലെങ്ത്ത് കുറച്ചിടാനാണ് ശ്രമിക്കുന്നത്. കാരണം ലെങ്ത്ത് കുറച്ചിടുമ്പോൾ നമുക്ക് അത്യാവശ്യം ആൾക്കാരും കാണുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സബ് നമുക്ക് കയറുന്നുണ്ട്. പിന്നെ കുറേ പേര് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് ലെങ്ത്ത് കൂട്ടുക. ഓക്കെ, പിന്നെ ഈ ഫസ്റ്റത്തെ ഈ എപ്പിസോഡൊക്കെ ലെങ്ത്ത് അത്യാവശ്യം കുറയും. കാരണം നമുക്ക് കുറേ ഒന്നുമില്ല ഇതിനകത്ത്, ജസ്റ്റ് ഒരു ടൈമിങ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ റെക്സ് ഗിഗേനൊക്കെ പിടിക്കാൻ പറഞ്ഞിട്ട്, പക്ഷേ ഗിഗേനൊക്കെ നമുക്ക് എന്തായാലും പിടിക്കുക. കാരണം ഈ ഒരു ഇതിൽ നമുക്ക് ഗിഗേനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ ലെവൽ 204. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് ഗിഗേനെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നടപടിയാവില്ല. പിന്നെ സാഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കേവ് റണ്ണും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, പാരസോർ ഫോട്ടോ മോഡായിപ്പോയി. ഇത് ഞാൻ മറ്റേ തമ്പനിൽ എടുക്കാൻ വേണ്ടി ഫോട്ടോ മോഡ് ഇട്ടതാണ്. ഇത് മാറ്റാൻ പറ്റുമായിരുന്നല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. പാസീവ് ഫോളോ ഓൾ, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് സാലിട്ട് കൊടുക്കാം, വേറെ പരിപാടിയൊന്നുമില്ല, സാലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഗോൾഡ് റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പിന്നെ ഗൈസ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം, ലെവലപ്പ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. ഞാനത് കഴിഞ്ഞ സീരീസിൽ ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ്. നമ്മൾ ലെവലപ്പ് ചെയ്യുമ്പില്ലേ, നമ്മൾ ഈ ഡൈനോസിൻ്റെ മേത്തുനിന്ന് ഇറങ്ങിയിട്ട് ലെവലപ്പ് ആക്കിയാൽ നമുക്ക് അതിൻ്റെ ആനിമേഷൻ കാണാൻ പറ്റും, ലെവലപ്പ് ആനിമേഷൻ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് എക്യുപ്പ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്കിത് ഈ സാധനം മേടിക്കാം. ഇവിടെ ഗോൾഡ് ചെയിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഈ സാധനം ഗോൾഡ് ചെയിൻ കോളർ. ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്തോ കുറച്ചുകൂടെ XP അങ്ങനെ പവറാ ഹെൽത്ത് അങ്ങനെ എന്തോ ഒരു സാധനം കൂടും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റാറ്റ്സ് നോക്കുക, ഇതിട്ട് നമ്മുടെ ഗോൾഡ് ചെയിൻ ഇട്ട് എക്യുപ്പ് ചെയ്യട്ടെ. ഇതിട്ട് കഴിയുമ്പോഴേക്കും കണ്ടില്ലേ ഹെൽത്ത് അത്യാവശ്യം കൂടി കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് അൺഎക്യുപ്പ് ചെയ്യുമ്പോൾ ഹെൽത്ത് കുറയുന്നു. ഇപ്പോൾ 1240 ഹെൽത്ത് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് എക്യുപ്പ് ചെയ്യുമ്പോൾ നോക്കിക്കോ 1364 പിന്നെ സ്റ്റാമിനയും കുറച്ച് കൂടി. അതാണ് ഈ സംഭവത്തിൻ്റെ ഉപകാരം. അതാണ് ഇത് ആംബർ ഉള്ളവർ മേടിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ഡൈനോസിന് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ പാരസോറെ നമ്മൾ ടൈം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാരസോറെ വെച്ച് നമ്മൾ കുറച്ചധികം മെജോബറീസ് കളക്ട് ചെയ്യും. അപ്പോൾ പാരസോറിനെ കറക്റ്റ് ഇങ്ങനെ നോക്കി കുത്തണം. ഇനിയിപ്പോൾ മെജോബറീസ് കളക്ട് ചെയ്യണം. പിന്നെ നമുക്ക് സ്പോൾഡ് മീറ്റും ആവാൻ വേണ്ടി അത് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു വുഡൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം സ്പോൾഡ് മേറ്റും വേണം, പിന്നെ അതുപോലെ തന്നെ നാർക്കോബെറിയും വേണം. പിന്നെ നമ്മൾ നാർക്കോട്ടിക്സ് ഉണ്ടാക്കുന്നു. ഇത് കറക്റ്റ് ഇങ്ങനെ നോക്കി കുത്തണം കേട്ടോ, അതാണ് ചെറിയൊരു ടാസ്ക്. കറക്റ്റ് നോക്കി കുത്തിക്കഴിഞ്ഞാൽ കിട്ടും. അതിനിപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇവ മതി. പിന്നെ അത് നമുക്ക് വീണ്ടും അങ്ങോട്ടേക്ക് വലിയ ഡൈനോസിനൊക്കെ പിടിക്കാമല്ലോ.
ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗിഗേനെ എല്ലാത്തിനും പിടിക്കാൻ കേട്ടോ. കാരണം ഞാൻ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും പിടിക്കാം. ഓക്കെ, ലെവലപ്പിൻ്റെ അത് കാണിക്കാൻ പറ്റില്ല, കാരണം ലെവലപ്പ് ആവാനായിട്ട് കയറിയിട്ടില്ല. വേറെ ഏതൊരു ഡൈനോസ് വരുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. മരമൊക്കെ അത്യാവശ്യം കുത്തിയെടുക്കുന്നുണ്ട്. താച്ച് കൊത്താൻ ഇപ്പോൾ നമുക്ക് ഇവനുണ്ട്. ഇങ്ങനെ നടുക്ക് നോക്കി ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ പൊട്ടൊന്ന് കിട്ടും. കറക്റ്റ് ഇങ്ങനെ കുത്തണം. പക്ഷെ ട്രൈക്കൊക്കെ കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെ ഇതാക്കിയാൽ മതി. പക്ഷേ ഇപ്പോൾ ട്രൈക്കിനെ പിടിക്കാനുള്ള ഒരു അവധില്ല നമുക്ക്. കാരണം ട്രൈക്കിനെ പിടിക്കുന്ന 4 ട്രാങ്കാഴ്സും കൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ട്രൈക്കിനൊന്ന് തൊടാൻ പോലുമില്ല. നമ്മളാ ട്രൈക്ക് കുത്തി മരത്തിൽ ട്രൈക്ക് പോകും. ഇതാ സ്രാവ് പോകും, നോക്ക് നോക്കി അടിയിലോട്ട് പോവാ. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ സ്രാവിൻ്റെ ഇടയിൽ. അയ്യോ, ഇവിടെ സ്രാവ് മാത്രമല്ല ആമക്കുട്ടനൊക്കെ ഉണ്ട്. വേഗം പോവാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തനാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ വേണ്ടി മറക്കരുത്. ലൈക്ക് അടിക്കൂ, സന്തോഷിക്കൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.